ഞാൻ ആദ്യമായിട്ട് ഒരാളിന് ഉമ്മ കൊടുക്കും. ചങ്ങല ലവിട. ഞാനിപ്പോൾ ആദിയുടെ ഷോ കണ്ടിട്ട് അത് ഷോക്കാണോ എന്താണെന്ന് പറയാൻ പറ്റാത്ത ഒരു ലെവലിലാണ്. അത് ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ആദിയിൽ നിന്നുള്ള ഒരു മനുഷ്യനാണോ എന്ന് വരെ ഒരു ഏരിയ വന്നപ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോയി. മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല ഇതൊന്നും. ഞാൻ വിശ്വസിക്കുന്നതേ ഇല്ല. അത് എങ്ങനെയാണ് ഒരാളുടെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇത് എന്താണെന്ന് പോലും അറിഞ്ഞൂടാ. ഞാൻ ഈ തുടക്കം മുതൽ ഇതിപ്പോൾ ഏതാണ്ട് 3 മണിക്കൂർ കഴിഞ്ഞുണ്ടായിരുന്നു ഷോ, പക്ഷെ അറിഞ്ഞിട്ടേ ഇല്ല. അത്രയും സമയം പോയത് അറിഞ്ഞിട്ടില്ല. എല്ലാവരോടും എനിക്കുള്ള ഒരു റിക്വസ്റ്റ്, ഇത് ഷോ മിസ് ചെയ്യരുത് നിങ്ങൾ. അസാധ്യ ഷോ ആണ്. കാരണം നമുക്ക് എന്താ പറയണ്ടേ, എന്തൊക്കെയാണ് മനസ്സിലുള്ളതെന്ന് പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്കൊരു ഇമ്പാക്റ്റ് ആയിരുന്നു. ഒരു എനിക്കല്ലെങ്കിലും ആദ്യം നേരത്തെ അറിയാം, ഈ സച്ച് സ്വീറ്റ് ഹാർട്ട്. പക്ഷേ ഇത്രയ്ക്ക് ഇങ്ങനെ ഒരു ലെവൽ, അത് ഒരാൾ മാത്രമല്ല ഇത്രയും 3 മണിക്കൂർ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് വളരെ ഡിഫിക്കൽട്ട്. ഞങ്ങൾക്ക് സമയം പോയത് അറിഞ്ഞു. അത് കണ്ട് നിന്ന് നിനയാതെ നീ ചിരിച്ചു നിലാവേ മാറി. നിത്യ, രഞ്ജിനി, ഇവർ രണ്ടുപേരും സ്നേഹം പ്രകടിപ്പിച്ചൊക്കെ കണ്ടല്ലോ. ഓ, അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ഒരു ഉമ്മ കൊടുക്കുന്നത്. അസാധ്യം. എനിക്ക് എൻ്റെ ലൈഫിൽ ഇപ്പം ജനിച്ച് 10-30 വർഷം കഴിഞ്ഞു. ഇത്രയും വർഷത്തിന് ഞാൻ ഇങ്ങനൊരു ഷോ കണ്ടിട്ടേ ഇല്ല. ഫുൾ ടൈം ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു, എങ്ങനെ ഇയാൾ മനുഷ്യനാണോ എനിക്കറിഞ്ഞൂടാ. ഇത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വേറെ എന്തെങ്കിലും വിധത്തിൽ കാണിക്കുകയാണോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച കാര്യം വിശ്വസിക്കാനും വയ്യ. അതുപോലെ നീ ഉഗ്രായിട്ട് പാടുന്നു, വെരി നൈസ്. ഇതൊക്കെ നിർത്തിയാലും അത് തുടങ്ങാം. ഈ ഷോ വൻ വിജയമാണ്. ഇത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റായിട്ട് കാണുക. നിങ്ങൾക്കാണ് നഷ്ടം, അല്ലാതെ വേറെ ആർക്കും അല്ല. നിങ്ങൾക്കാണ് നഷ്ടം. ഉറപ്പായിട്ട് കാണുക. അസാധ്യ ഷോ, വണ്ടർഫുൾ. ഞാനിപ്പോഴും അതിൻ്റെ ത്രില്ലില്ല, സത്യം. താങ്ക് യു.